ഞങ്ങൾക്ക് 2 പൂവൻ കോഴിയും ഒരു പിടക്കോഴിയും മാത്രമാണ് ഇപ്പോഴുള്ളത്. പിടക്കോഴികളുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമത്തിനായി കുറച്ച് കോഴികളെ കൂടി വിരിയിക്കണം എന്ന് തീരുമാനിച്ചു. ഗുണമേന്മയുള്ള മുട്ടകൾ ലഭിക്കുന്നതിനായിട്ടാണ് അങ്ങനെ തീരുമാനിച്ചത്. വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ വീട്ടിൽ തന്നെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാം എന്ന് കണ്ടു. അതിനായി 22 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയും 16 ഇഞ്ച് പൊക്കവുമുള്ള ഒരു ബോക്സ് ആണ് കിട്ടിയത്. അതിൽ 37.5 ഡിഗ്രി ചൂട് നിലനിർത്താൻ ഒരു 25 വാട്ടിൻ്റെ ഫിലമെൻറ്റ് ബൾബ് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയില്ല. മാർക്കറ്റിൽ 25 വാട്ടിൻ്റെ ബൾബ് ഇപ്പോൾ കിട്ടാനില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. പകരം 40 വാട്ടിൻ്റെ ഫിലമെൻറ്റ് ബൾബാണ് കിട്ടിയത്. അതുകൊണ്ടാണ് കൂടിന് അല്പം വലിപ്പം കൂട്ടിയത്. ഇൻക്യുബേറ്ററായിട്ട് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ദിവസം മുഴുവൻ ഈ ബോക്സിൽ ബൾബ് തെളിച്ചിട്ട് ഒരു തെർമോമീറ്ററും അതിൽ വെച്ച് നോക്കിയപ്പോൾ ഏകദേശം 37.5 ഡിഗ്രി തന്നെ ചൂട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ബോക്സ് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വെച്ച് അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ ഇട്ടു. അതിനുശേഷം ഒരു തെർമോക്കോളിൻ്റെ പീസ് വെച്ചിട്ട് അതിനുള്ളിൽ വുഡ് ചിപ്സ് ഇട്ട് നിറച്ചു. അറക്കപ്പൊടി അല്ലെങ്കിൽ തവിടായാലും മതി. മുട്ട ഉരുണ്ടു പോകാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ 40 വാട്ടിൻ്റെ ബൾബ് പിടിപ്പിച്ചു. തെർമോമീറ്ററും അതിനകത്ത് പിടിപ്പിച്ചു. ഞങ്ങൾ 6 മുട്ടകളാണ് വെച്ചത്. അത് അടുത്തൊരു വീട്ടിൽ നിന്നും വിരിയിക്കുവാനുള്ള ആവശ്യം പറഞ്ഞ് പൂവൻ കൊത്തിയ മുട്ട മേടിച്ചതാണ്. തെർമോമീറ്റർ ഇടയ്ക്കിടെ ചെക്ക് ചെയ്ത് അതിൻ്റെ ചൂട് നിലനിർത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾ വെച്ച ബോക്സിൻ്റെ കൈപ്പിടിക്ക് വേണ്ടി രണ്ട് ഓപ്പണിങ്സ് ഉണ്ടായിരുന്നു. ചൂടെങ്ങാനും കൂടിയാൽ അത് തുറന്നു വെച്ച് അതിൻ്റെ അടപ്പ് തുറന്നു വെച്ച് ചൂട് കുറയ്ക്കും. ചൂട് കുറവാണെങ്കിൽ അത് അടച്ചു വെച്ച് ചൂട് കൂട്ടും. ആദ്യത്തെ 4 ദിവസം 37.5 ഡിഗ്രി തന്നെ നിർബന്ധമായും ചൂട് ക്രമീകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ വിദ്യുച്ഛക്തി പോയതുകൊണ്ട് ബൾബ് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് ഓഫായിപ്പോയി. പിന്നീട് അബദ്ധം മനസ്സിലാക്കി ഞങ്ങൾ ഈ ബോക്സ് മറ്റൊരു പ്ലഗിലേക്ക്, അതിന് ഇൻവെർട്ടർ കണക്ഷൻ ഉള്ള പ്ലഗ് പോയിൻ്റ് ആയിരുന്നു, അതിലേക്ക് മാറ്റി. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കൂടിനകത്ത് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രം നിറച്ച് വെള്ളവും കോഴിക്കുഞ്ഞിൻ്റെ തൊലി മുട്ടത്തോടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കേണ്ടതിന് മുട്ട ദിവസവും 3 നേരവും തിരിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ 6 മണി, ഉച്ചയ്ക്ക് 2 മണി, രാത്രി 10 മണി, ഈ സമയത്തെല്ലാം മുട്ട തിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മുട്ട തിരിച്ച് കൊണ്ടിരിക്കേണ്ടത് 18 ദിവസം മാത്രമേ ചെയ്യാവൂ. 18 ദിവസം കഴിഞ്ഞാൽ അത് ഏകദേശം പൂർണ്ണ വളർച്ചയെത്തുന്നതുകൊണ്ട് പിന്നീട് മുട്ട തിരിക്കാൻ പാടില്ല. അതിനായി മുട്ടയുടെ മുകളിൽ മാർക്ക് ചെയ്ത് ഞങ്ങളത് മുട്ട ഇൻക്യുബേറ്ററിനകത്ത് വെച്ചു. കൂടാതെ ഈ ബൾബിൻ്റെ അടുത്തുള്ള മുട്ടകൾ ഓരോ ദിവസവും അകലത്തേക്ക് മാറ്റി അകലത്തുള്ളത് അടുത്തേക്കും മാറ്റിക്കൊണ്ടിരുന്നു. സാധാരണഗതിയിൽ 21 ദിവസം കൊണ്ട് മുട്ട വിരിയേണ്ടതാണ്. അതിനായിട്ട് 18 ദിവസം മുമ്പ് മുട്ടയ്ക്കകത്ത് എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടോ എന്ന് നമുക്ക് ടോർച്ചിൻ്റെ മുകളിൽ ഈ മുട്ട വെച്ച് നമുക്കത് ചെക്ക് ചെയ്യാനുള്ള സാവകാശമുണ്ട്. എന്നാൽ 18 ദിവസം കഴിഞ്ഞ് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 22-ാം ദിവസം
ഒരു മുട്ടയിൽ ക്രാക്സ് കാണുവാനായിട്ട് സാധിച്ചു. കോഴിക്കുഞ്ഞിൻ്റെ കരച്ചിലും കേട്ടു തുടങ്ങി. ഈ വീഡിയോ അല്പം നീണ്ടുപോയതുകൊണ്ട് ഇതിൻ്റെ പാർട്ട് 2-ൽ ബാക്കി പറയാമെന്ന് വിചാരിക്കുന്നു.